പ്ലാവിൻ്റെ ഉച്ചിയിൽ ചക്ക വിരിയുമ്പോൾ അമ്മയുടെ വർത്താനമാണ്. അത് ബഷീർക്ക് താഴെ എത്തിച്ചോളും. ഏതെത്താക്കൊമ്പത്തെ ചക്കയും ബഷീർക്കാർക്ക് ഒരു വിഷയമേ അല്ലായിരുന്നു. എന്നും സൗമ്യനായ ഒരു ബഷീർഖാനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കേൾവി കുറച്ച് കുറവുണ്ടെന്ന് എപ്പോഴോ ആരോ പറഞ്ഞത് കേട്ട് അത് വിശ്വസിച്ചിരുന്നില്ലെങ്കിൽ കൂടെയും ഞാൻ എപ്പോഴും അല്പം ശബ്ദം കൂട്ടിയായിരുന്നു വർത്താനം പറഞ്ഞിരുന്നത്. എന്നാലും 2 വാചകത്തിൽ കൂടുതലൊന്നും സത്യത്തിൽ ഞാൻ ആ വായിൽ നിന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ കൂടെയും അദ്ദേഹം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സ്ഥാനം നേടിയിരുന്നു. കുട്ടിക്കാലം മുതൽ കണ്ടു തയങ്ങിയ എളിമയിൽ പൊതിഞ്ഞ നീളക്കാരൻ, കയ്യിൽ ഒരു തളപ്പും പിടിച്ച് കവുങ്ങിൽ കയറാൻ ദൂരേന്ന് നടന്നു വരുന്ന ആ വരവാണ് എപ്പോഴും മനസ്സിൽ. പലരെയും പോലെ പണി കഴിഞ്ഞാലോ അതിൻ്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ പീഡയെ തലക്കിലോ വെറുതെ സൊറ പറഞ്ഞ് ഇരിക്കുന്ന ഒരാളായിരുന്നില്ല ഞാൻ കണ്ട ബഷീർക്ക. നല്ല മനുഷ്യരെ പടച്ചോൻ നേരത്തെ അങ്ങ് വിളിക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല. അങ്ങനെ ഒരു ദിവസം ബഷീർക്കാക്ക് വിളി വന്നു. താൻ ഏറ്റവും സ്നേഹിക്കുകയും